പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകാം. നന്ദി ഉണ്ടാവുക എന്നുള്ളത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ്. അവന്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ അതിനെല്ലാം തന്നെ നന്ദി കാണിക്കുക എന്ന്. എന്നാൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കലും കൂടിയാണ്. പല ആളുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് ജീവിതം അങ്ങനെ എല്ലാം തന്റെ ജീവിതം അങ്ങനെയാണ് എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും, ആരോഗ്യ കാര്യങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ, സൗകര്യത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ വിഷയങ്ങളിലെല്ലാം. അതായത് നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ തീരെ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ധാരാളം മനുഷ്യരുണ്ട്. അതേപോലെ ഒന്നും ഉദ്ദേശിക്കുന്ന തരത്തിൽ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലരും അസുഖക്കാരായി വീട്ടിലുള്ളവരുണ്ടാകും. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ധാരാളം ആളുകളുണ്ട്. ഉദ്ദേശിക്കുന്ന തരത്തിൽ ശരീരം ചലിപ്പിക്കാൻ പറ്റാതെ ബെഡിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ അല്ലാഹു തആല എഴുന്നേറ്റ് നടക്കാനും പോകാനും ഒക്കെ സാധിക്കും വിധമുള്ള ആരോഗ്യം തന്നിട്ടുണ്ട് എന്ന് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ചില കുറവുകളും കുഴപ്പങ്ങളും അല്ലെങ്കിൽ അതിലുള്ള കുറവുകൾ വരുമ്പോഴേക്കും നമ്മൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുക. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അവന്റെ മുന്നിലുള്ള ചെറിയ വലിയ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ അവൻ കണ്ടുകൊണ്ട് അതാണ് ഏറ്റവും മുഖ്യമെന്ന് കണക്കാക്കുകയും തന്റെ മുന്നിലുള്ള മറ്റനുഗ്രഹങ്ങളെ മറന്നു പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിരാശകൾ പലപ്പോഴും ഉണ്ടാവുക. നേരെ മറിച്ച് തന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട നിമിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ്, അള്ളാഹുവിനുള്ള നന്ദിയുള്ള മനോഭാവം നമുക്കുണ്ടാകും, അല്ലെ? അള്ളാഹു തആല അവരുടെ നന്ദി കാണിക്കാനുള്ള മനസ്സുണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം ഒരു സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തനിക്ക് നൽകുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അള്ളാഹുവിനെ സ്തുതിക്കുവാൻ നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ നിറഞ്ഞു സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കും, ഹംദ് ചെയ്യുവാൻ സാധിക്കും. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹംദ് ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് നബി പറഞ്ഞു, വലാ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഹംദു മിനല്ലാഹ് വദാലിക അന്നഹു ഹമിദ നഫ്സ. അള്ളാഹുവിനേക്കാളും ഹംദ് ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല. അള്ളാഹു ആണ് അവൻ. അത് കാരണം എന്തെന്നാൽ അള്ളാഹു അവൻ സ്വന്തമായ നിലയിൽ ഹംദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ദിനേന നമ്മളെല്ലാവരും നിത്യേന ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ഭാഗം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുക. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളം സൂറത്തുകളുടെ ആരംഭത്തിൽ തന്നെ അൽഹംദുലില്ലാ എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആം ആയാലും അതേപോലെയുള്ള കഹഫ് ആണെങ്കിലും അങ്ങനെയുള്ള ധാരാളം സൂറത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ, നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ ഹംദ് ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടുന്നത്. എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ടാണ്. അത് ശരിക്കും ഒരു നന്ദിയാണ്. ഒരു ദിവസത്തിന്റെ പ്രഭാതം തന്നെ തനിക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയും വിധം, അതായത് ജീവൻ തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. കാരണം കൂടുതൽ നന്മ ചെയ്യാൻ, കൂടുതൽ പ്രവർത്തിക്കാൻ, അതേപോലെ ഈ ലോകത്തിന്റെ ഒരു ഇതിലേക്ക് നടന്നു നീങ്ങാൻ ഒക്കെയുള്ള ഒരു അവസരമായി തന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരം വെളുപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു വിശ്വാസി പോകുമ്പോൾ നിസ്കാരത്തിൽ അത് അവൻ ചൊല്ലുന്നു. അതേപോലെ അവൻ വെള്ളം കുടിക്കുമ്പോഴും
ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ ജീവിതത്തിൽ അത് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരികയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അയ്യഅകുലൽ അകലത ഫയഹ്മദഹു അലൈഹാ. നിശ്ചയമായിട്ടും അല്ലാഹു തആല തന്റെ അടിമയെ തൊട്ട് സംതൃപ്തനാകുന്നതാണ് എപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് അതിന്റെ മേൽ ഹംദ് ചെയ്യുകയും ചെയ്യുമ്പോൾ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കേണ്ടുന്നത്, അത് കഴിഞ്ഞു വിശപ്പടക്കുമ്പോ നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അൽഹംദുലില്ലാ എന്ന് പറയുന്ന സന്ദർഭം ഏത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്നത്, നമുക്ക് ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഒരു അന്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ടാകും. അത്തരം അവസരത്തിൽ നിന്നാണ് അല്ലാഹു തആല ഈ അന്നം തനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അത് കഴിക്കാനുള്ളൊരു കഴിവും കൂടി വേണമല്ലോ. കയ്യിൽ മുന്നിൽ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷെ ഒരു വറ്റ് ഭക്ഷണം ഇറക്കാൻ സാധിക്കാതെ ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ കിടക്കുന്ന, ട്യൂബിലൂടെ മാത്രം നൽകപ്പെടുന്ന, അല്ലെങ്കിൽ അതും നൽകാൻ പറ്റാത്ത എത്രയോ അസുഖക്കാരുണ്ട്. അള്ളാഹുവിന്റെ വലിയൊരു ഫളിലാണ് വിശപ്പ് എന്നുള്ളത്. ആ വിശപ്പിനോടൊപ്പം തന്നെ ഭക്ഷണം അകത്തേക്ക് എന്നത് അടക്കാൻ സാധിക്കുക എന്നുള്ളതും കഴിക്കാൻ സാധിക്കുക എന്നുള്ളതും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുക? അൽഹംദുലില്ലാ എന്ന് നമുക്ക് തുറന്നു പറയാൻ നമുക്ക് അവിടെ സാധിക്കും. അതേപോലെ ഔ യശ്റബ ശർബത ഫയഹ്മദഹു അലൈഹാ, അവൻ വെള്ളം കുടിക്കുകയും എന്നിട്ട് അതിന്റെ മേൽ ഹംദ് ചെയ്യുകയും ചെയ്യുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. അള്ളാഹു ഭയങ്കര തൃപ്തിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാവുക. അത് മാത്രമല്ല, ഇവിടെ നോക്കുക, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബിയുടെ ഒക്കെ പ്രത്യേകത അള്ളാഹു പറയുന്നുണ്ട്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ, നാം ദാവൂദിനും സുലൈമാനും വിജ്ഞാനം പകർന്നു നൽകി. വഖാലാ അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും, അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, വിശ്വാസികളായ തന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എല്ലാവരെക്കാളും, ധാരാളം ആളുകളെക്കാളും പദവി നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെയൊക്കെ റിസൾട്ട് ഒക്കെ വരുന്ന സന്ദർഭവും കൂടിയാണ് അല്ലെ. ഇവിടെ അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൽമ നൽകിയത് അള്ളയാണെന്നുള്ള ബോധ്യവും കൂടി നമുക്ക് വേണം. പലരും വിചാരിച്ചിട്ടുള്ളത് എന്റെ മോന്റെ കഴിവ്, ചില രക്ഷിതാക്കള് മോൻ നന്നായി പഠിക്കുകയാണെങ്കിൽ അത് എന്റെ ബുദ്ധിയാ ഓന് കിട്ടിയത് എന്ന് ചില വാപ്പമാര് പറയും, ചില ഉമ്മമാര് പറയും അത് എന്റെ ബുദ്ധിയാണ് എന്ന് പറയും. അതൊന്നുമല്ല. അള്ളാഹു താല പഠിക്കാനുള്ള ഫളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് അള്ളാഹു കൊടുത്തിരിക്കുന്നത്, അള്ളാഹ് കൊടുത്തു തന്നെയാണ്. കാരണം അള്ളാഹു പറയുന്നുണ്ട്, റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, പരമകാരുണികൻ അവനാണ് എന്ത് ചെയ്തത്? അല്ലമൽ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളയാണ്. അതേപോലെ തന്നെ ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അള്ളാഹു ബയാൻ അവനെ പഠിപ്പിച്ചു. അത് അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ റബ്ബിനെ സ്തുതിക്കുക, അതിനെ ഹംദ് ചെയ്യുക, അത് നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും. ഈ ഒരു ബോധവും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നൽകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയും രീതിയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ട് എങ്കിൽ നബി ചൊല്ലുന്ന ഒരു കാര്യം ഇതാണ്. നബി പറയുന്ന ഹംദ് ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിന് സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹ്? അവന്റെ നിഅമത്ത് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം പരിപൂർണമാകുന്നു. അങ്ങനെയുള്ള അല്ലാഹുവിന് സർവസ്തുതിയും. എന്നാൽ സങ്കടകരമായ, ദുഃഖകരമായ, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായാലും അപ്പോഴും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ ഹംദ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും നബി വൈകുന്നേരം, രാത്രിയാകുമ്പോൾ പറയുന്ന ഒരു വാക്യവും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതായത് അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള മനസ്സുള്ള ആളുകളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.